ഇതല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന പുഴ കുറേ അങ്ങ് പോയി കഴിഞ്ഞാല് ഒരു സ്ഥലമുണ്ട് പയ്യോളി. അവൻ മുറിക്കണ്ടേ? അവനെന്തോ കടടച്ച് തുറക്കുന്ന നേരം മതി മുറിക്കാൻ. അതിന്റെ ഇടയ്ക്ക് ഒരു കച്ചവടക്കാർ വന്നിട്ടുള്ളതാ. അതൊക്കെ അതിന്റെ ഇടയിൽ കൂടെ അവൻ നടത്തും. ഈ വീട് സൂപ്പർ. ഈ വീടൊക്കെ പെർമിഷൻ കിട്ടിയ വലിയ ഭാഗ്യമല്ലോ. കൊല്ലം മുമ്പുള്ള വീടാണ്. ഒരു മനുഷ്യൻ വേണ്ടത് ഒരു സ്ഥലം. മനുഷ്യൻ വാങ്ങാത്തത് അതോ ഈ സ്ഥലം അക്കാലത്ത് വൃത്തിയുടെ കിടന്നതാണ്. റിവർ വ്യൂ എന്നാ തോന്നുന്നു പേരില്ല. കൈ കൊണ്ട് കാണിക്കുന്നു. പുഴു മത്സ്യങ്ങൾ. തിരിച്ചു വെച്ചാ പോരെ. ഇതില്ല ആളില്ല. കണ്ടുപിടിക്കണം. കണ്ടാ നല്ല രസമാണ്. ഞങ്ങൾ ഇറങ്ങി കുളിക്കുകയും അർദ്ധാവിദ്യൊക്കെ ചെയ്യും. എന്തെങ്കിലും ഒരു വിശേഷം വെള്ളപ്പിച്ചാട് നീന്തൽ അറിയാത്ത ഒന്നര സംഭവമുണ്ട്. അവർ നീന്തൽ പഠിപ്പിച്ചു. ഇത് രസമെന്നറിയാവോ? അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യം എൻ്റെ അച്ഛൻ. പക്ഷേ ഇപ്പം വെയിറ്റ് പിടിപ്പോയേക്കാം. അതൊക്കെ പറഞ്ഞുതരാം. ബോഡി കോൺഷ്യസ് ആണ്. അവൻ ഭയങ്കര ബോഡി കോൺഷ്യസ് ആണ്. അങ്കിളെ അങ്കിളെ ദാണ്ട് ഇത് തന്നെ ഇരിക്കും. ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ല.
ഇത് ഫോണിന്റെ മെമ്മറി എങ്ങനെ ബാധിക്കുന്നത്? ഇത് ലൈവ് അല്ലേ? ലൈവായിട്ട് പോകുമ്പോൾ എങ്ങനെ ഫോണിന്റെ മെമ്മറി ബാധിക്കുന്നത്? ആ പറഞ്ഞത് തന്നെ ശരിയാണ്. അത് ഉപയോഗിക്കുന്നില്ല, അത് സമ്മതിച്ചു അമ്മ. ഇപ്പം നമ്മളൊരു പ്രകൃതി ദൃശ്യം കണ്ട് അത് റെക്കോർഡ് ചെയ്താലല്ലേ. പിന്നെ എന്നെ സംബന്ധിച്ച് ഓരോ ആളുകൾ ഓരോതാണ്. ഞാൻ കൃത്യമായിട്ട് ഡയറി എഴുതുന്ന ആളാണ്, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണ്, കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഞാൻ ഒരു സോഷ്യൽ മീഡിയ വർക്കറാണ്. അപ്പം നമ്മൾ പോയെന്നുള്ളത് നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെ അറിയും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അറിയും? കുറേ വർഷം കഴിഞ്ഞ് പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ്. അങ്ങനെ ചെയ്തതാണ് ഈ വർഷവും ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2017 ഇത്രാം തീയതി വന്നപ്പോൾ മോൻ എത്ര ആയിരുന്നു എന്നൊക്കെ പറയാൻ കാരണം എന്തോ ഇങ്ങനെ എഴുതിയുള്ള ശീലമാണ്. എൻ്റെ മോനോട് എന്നോട് എന്തെങ്കിലും ഒരു ഡേറ്റ് വെച്ചാൽ കൃത്യമായിട്ട് പറയും. കാരണം എന്തോ ഇങ്ങനെ ഒരു ശീലമുണ്ട്. പിന്നെ ആൽക്കഹോളിക് അല്ല, സിഗരറ്റിൻ്റെ ഒരു പുക പോലും നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കും. അപ്പം അങ്ങനെ ചില ആളുകൾ അങ്ങനെയല്ല. അപ്പോൾ ഓരോ ആളുകൾ അവരവരുടെ രീതിയിൽ പോകുന്നില്ലെങ്കിൽ തന്നെ അല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ പോകുമ്പോഴേ ഒരല്പ ഡിസ്റ്റൻസ് മാറി നിൽക്കുന്നത്. കുഴപ്പമില്ലെന്നേ അത് അമ്മയുടെ ഒരു സ്വഭാവമാണ്. ഇത് പിന്നെ എവിടെയെങ്കിലും പോയാൽ ഒരു പാട്ട് പാടാനോ ഒരു എന്തെങ്കിലും ഉടനെ തെറ്റി നിർമ്മാല്യം പോകുന്നവരാണ് കാര്യം ഇരിക്കുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും ഇരിക്കും നമുക്ക് തോന്നും. എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് പോയി പിടിക്കും. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സൗകര്യം പോലെ പിന്നെ ആൾ കുറവാണ്. മിക്കവാറും ഈ തിങ്കളാഴ്ച, പിന്നെ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച, അത് ഈ ജനുവരി 14 ശേഷം 15 ശേഷം അയ്യപ്പന്മാരെ മേളാണ്. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. പരീക്ഷ സമയം അത് ഇനി പോകുമ്പോൾ എന്നെ ഉള്ളി കൊണ്ടുപോയി. അതിനെ ഞാൻ പറഞ്ഞു. കുറച്ച് ഐസ് ഉണ്ടോ പിന്നെ അതിനകത്ത് കവറിൽ വാങ്ങിയിട്ട്? മറ്റേ പെട്ടിണ്ടോ? പെട്ടിണ്ട്. പെട്ടിൻ്റെ കുറച്ച് ഐസ് ഇടാം. ഐസ് വാങ്ങിയിട്ടിട്ട് ഇതെന്താ വെച്ചാ ബസ് സ്റ്റാൻഡാണോ? ഏത് ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റോപ്പ് എന്തായാലും സ്റ്റോപ്പ് ഉണ്ടാക്കിയത് ഇതുവഴി ബസ് വരുമോ? ഈ കൂടെ കുഴി കൂടെ കൊയിലാണ്ടിക്ക് ഇതുവഴി അങ്ങ് ഇവിടെ പോകും. തിരിച്ചില്ല. ഇല്ല, ഇവിടെ വരെ ഉള്ളൂ. അങ്ങോട്ട് തിരിച്ചു പോകും. വേറെ വഴി ഇതിലൂടെ പോകണമെങ്കിൽ പക്ഷേ അങ്ങനെ പോകില്ല. ചെറിയ റോഡാണ്. കൊയിലാണ്ടിക്ക് വരാൻ ഇവിടെ വരുന്നിട്ട് കണ്ണൂരിക്കാര് 5 കിലോമീറ്റർ ഉണ്ട്. ഇതിലെ പോയാലും കൊയിലാണ്ടിക്ക് പോകാം.
കൂത്താണ് കളിക്കുന്നത്. അവർക്ക് നാട്ടുകാരെ കുറ്റവും പറഞ്ഞ് അവൻ കളിച്ചപ്പോ ഓർമ്മിക്കണില്ല. കളിക്കുന്നതിന് കുഴപ്പമില്ല അച്ഛാ, വീട്ടിൽ നിന്ന് കളിക്കും, പബ്ലിക് സ്പേസിൽ നിന്ന് കളിക്കും. വീട്ടിൽ മറ്റേ ആൾക്ക് വിടാൻ പറ്റില്ല. അപ്പൊ സീരിയൽ കാണുമ്പോ സീരിയൽ ഓഫ് ചെയ്ത് വെക്കണം, പിന്നെ സമ്മതിച്ചോളൂ. അത് നടക്കുന്ന കാര്യ. ആ സൗണ്ട് ഓഫ് ചെയ്യാൻ അതെന്താ വെച്ചാല് പിന്നെ എയർ ബാഗിന്റെ പ്രശ്നം. നമ്മളത് ഇട്ടിട്ടില്ലെങ്കിൽ എയർ ബാഗ് വർക്ക് ചെയ്യില്ല, ആക്സിഡന്റ് ആവും. അതിന് വേണ്ടിയിട്ടുള്ള വാർണിംഗ് സൈൻ. കണ്ണന്റെ വണ്ടിയിൽ എയർ ബാഗ് സീറ്റിലായിട്ടോ. ഓരോ വർഷം ഓരോന്നിറങ്ങുമ്പോൾ ഓരോരോ മോഡിഫിക്കേഷൻ കൊടുക്കും അല്ലേ. പക്ഷെ ഇത് സേഫ്റ്റി അല്ലേ, നല്ലതല്ലേ. ഇട്ടില്ലെങ്കിൽ എയർ ബാഗ് വരില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലേ എയർ ബാഗ് വരില്ല, ആക്സിഡന്റ് ആവുമ്പോ. അങ്ങനെ പിന്നെ എന്താ പറയുക, സീറ്റ് ബെൽറ്റ് ഇട്ടാണ് പാവ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോഴും അങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ അയാൾ സീറ്റ് ബെൽറ്റ് കഴുത്ത് കുറുകിപ്പോയാണ് അയാളുടെ പിന്നെ ഇത് നെർവ് ഇതായി ബ്ലോക്ക് ആയിപ്പോയത്. പൊട്ടിക്കാൻ കിട്ടില്ല. അതും ഒരു കേസ്. ബാക്കിയുള്ളവർ എത്രയോ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടല്ലേ. വിധി ഇന്നലെ അവിടെ കട്ട നൈറ്റി തന്നെ ഉണ്ട്. എന്റെ കണ്ണ് നല്ല നൈറ്റി ആയിരുന്നിട്ട്. എവിടുത്തെ 300 രൂപ പറഞ്ഞേ. 100 രൂപയ്ക്ക് ഉണ്ടത്. നല്ല തുണി. ഞാൻ അതുപോലത്തെ തപ്പി പിടിക്കും. തുണി എടുത്തെങ്കിലും ഞാൻ തയ്ക്കും. ഒരു ദേശം പുറകെ കയറി വരാൻ എന്താ പറയാ. അച്ഛന്ന് വാങ്ങോ? ഓ ഞാൻ കുറച്ച് അയച്ചിടാൻ പറഞ്ഞു. ഇത് ഇവിടെ പറ്റിയ വണ്ടിയാന്ന് തോന്നുന്നില്ല. പിന്നെ നേരത്തെ ഉള്ള മഴ പോലത്തെ വണ്ടിയാന്ന് തോന്നുന്നു. അതുപോലത്തെ വണ്ടി. സ്കോർപ്പിയോ ഒന്നും അധികം കാണാനില്ലല്ലേ. ഒന്ന് ഓണാക്കുവാൻ വണ്ടി നിർത്ത. ഓക്കെ, നോക്കട്ടെ ബാക്കിലെ മുമ്പില്. ഇനി ഇറങ്ങണ്ട. ഫ്രഷ് ആയിട്ട് പിറകിന് വെക്കണോ അല്ല വെച്ച് ഞാൻ പിടിക്കാം? തൂക്കി പിടിച്ചോളാം. ആ തൂക്കി പിടിച്ചോ. നേരെ കുറ്റിക്കാതിരുന്നാ മതി. കുറ്റിക്കാൻ മാറി കേട്ടോ.
ഐസ്ക്രീം ഒക്കെ പോ 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 നോക്കി വണ്ടിക്കാരൻ വാങ്ങിയ എത്ര അറിയാം 1420 രൂപ. ഇത് 580 അത്ര ഇല്ല. ഞങ്ങൾ 500 ആണെന്ന് വിചാരിച്ചത്. താഴെ വില കൂടുതലാണ്. എത്രയോ ലക്ഷം രൂപ വരും. അതിന് ബാക്കിൽ മീൻസടാ, അതിന് ബാക്കിൽ സ്റ്റാൾ വലിയ ഫ്രിഡ്ജിൽ എത്ര ഉണ്ടോ പാമല്ലേ കണ്ടത് ചങ്ങായി വാങ്ങുന്നുണ്ട്. ഏട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഏറ്റവും ഇഷ്ടമല്ലാത്ത മീനായിട്ട് ഛർദ്ദിക്കാൻ ആദ്യം തന്നെ ജോലിക്ക് പോയിട്ട് വാങ്ങിയത് ഏട്ട മഞ്ഞട്ട ഇങ്ങനത്തെ ഉള്ളൂരിൽ അങ്ങനെ ഇവിടെ തന്നെ എനിക്ക് തെരണ്ടി ഇഷ്ടമാണ്. അതിനോട് കുറിച്ച് വേണ്ട അതേമാതിരി ഏട്ടക്ക് അതിനോടൊരു കുറിച്ച് പോവാ. അത് തേങ്ങയൊക്കെ വറുത്ത അതെ ഓർത്തെടുത്ത് തേങ്ങ വറുത്തെടുത്ത് പിന്നെ ഇഞ്ചി ചതച്ചത് ഞാൻ എല്ലാം വേണ്ടി വെച്ചു. ഓട്സ് കൊടുക്കാനായിട്ട് പാടുപെട്ടനല്ലേ ആ ബസ്സിന് സൈഡ് കൊടുക്കാൻ. കാരണം അത് ഈസി ആയിട്ട് അങ്ങ് കയറിപ്പോയി. പിന്നെ ഇവിടെ സ്നോർക്ലിംഗ് ഉണ്ട് കേട്ടോ, ലക്ഷദ്വീപിലെ സ്നോർക്ലിംഗ് ഉണ്ട്. നമുക്ക് മാസ്ക് ഇങ്ങനെ വെച്ച് തരും കേട്ടോ. ആ മാസ്കിൽ ഓക്സിജൻ വരാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അതിനകത്ത് വേറെ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു മാസ്കാണ്. അത് വെച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ പിന്നെ കടലിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങണ്ടേ. കമന്നിറങ്ങുമ്പോൾ വെള്ളത്തിൽ നമ്മൾ പൊങ്ങി കിടക്കും. വെള്ളത്തിൽ പൊങ്ങിയിട്ട് നമ്മൾ ഉപരിതലത്തിൽ കാണും അടിയിലുള്ള മത്സ്യങ്ങളും പവിഴക്കുറ്റും എന്ത് ഭംഗിയായിട്ട് നമുക്ക് കൈ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം. എന്തൊരു രസമെന്നറിയാവോ. എക്സ്ട്രാ ചാർജ് കൊടുക്കണം. ഏത്? അത് ഞങ്ങളുടെ ഇതിലുള്ളതായിരുന്നു സ്നോർക്കലിംഗ്. അതെ, തലയൊക്കെ നനയാതിരിക്കാൻ സംവിധാനം ഒന്നുമില്ല. വൃത്തിയാ നനയും, എല്ലടോ നനയും. കണ്ണ് കാണും. പിന്നെ കണ്ണാന്റെ ഇടയിൽ കൂടെ കാണാം. ഒരാൾക്ക് എത്രയാവും പെർ ഹെഡ്? 25,000 എല്ലാം അടക്കം, എല്ലാം ഇൻക്ലൂഡിങ് അവർക്ക്. ഏത് കപ്പല്ല പോയെ? അല്ല, ഫ്ലൈറ്റില്. ഏജൻസിയാ? ഏജൻസി. സ്കൂബ ഡൈവിങ് ഇത് കടലിന്റെ പിന്നെ ഉപരിതലത്തില്. ഈ കടലിന്റെ അടിയിൽ പോകാനായിട്ട് സ്കൂബ ഡൈവിങ്. അത് ഓക്സിജനൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങ് പറഞ്ഞങ്ങ് വിട്ടു. അത് ഭയങ്കര രസം. എന്റെ ദൈവമേ,
അല്ല അവരിൽ ഒരാൾ തന്നെ നമ്മളിങ്ങനെ കൈ പിടിച്ചോളൂ. അപ്പം നമുക്ക് വർത്തമാനം പറയാനൊക്കില്ലല്ലേ, എല്ലാത്തിനും ആക്ഷൻ ഉണ്ട്. എന്തെങ്കിലും ആക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു വിരൽ കാണിക്കണം. അത് കാണിക്കുമ്പോഴത്തേക്ക് അവർ നമ്മളെ കൊണ്ട് പോകും. എന്തെങ്കിലും ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റും. സാധാരണ ഇതിന് അനുഭവം ഉണ്ടാവില്ല. അതെ. പിന്നെ സിപ്പ് ലൈനൊക്കെ പോയി കേട്ടോ. അല്ല അതും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ആ അല്ല, സ്കൂബ ഡൈവിങ് നമ്മൾ പൈസ കൊടുക്കണം. ഏത് സീസണിലാ പോയത്? ഞാൻ പോയത് സെപ്റ്റംബറിൽ, ഒക്ടോബർ 10-ാം തീയതി. നല്ല സീസണായിരുന്നു, മഴയുമില്ല ഒന്നുമില്ല. സെപ്റ്റംബറിൽ ഭൂട്ടാനിൽ പോയി. ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ട് കിടക്കും. നിന്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വരാൻ. ഞാൻ പോകുമ്പോഴേ ബുക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞു നിങ്ങൾക്ക് മുന്നോട്ട്. നിന്റെ അമ്മയും അച്ഛനും സമ്മതിക്കുന്നില്ല. പക്ഷെ നിന്റെ അമ്മയ്ക്ക് വരണമെന്നൊക്കെ ഉണ്ട്. ഞാൻ നിന്റെ മോനെയും കൂട്ടി വരാൻ ചേച്ചി എന്നാ പറഞ്ഞു. എന്താ നീ ചിരിച്ച്? അല്ല ഞാൻ പക്ഷെ നല്ല നല്ല രസമാണ് കേട്ടോ. നല്ലൊരു വൈബ് അതൊക്കെ. ഒരിക്കൽ കടൽ കാണുമെങ്കിൽ ഒരിക്കൽ മല കാണും, ഒരിക്കൽ മല കാണുമെങ്കിൽ ഒരിക്കൽ ഒന്നും കാണും. നേപ്പാളും ഭൂട്ടാനും പോലെ അത്രയ്ക്ക് അവനെ വയ്യ പെട്ടു. പാത്രം നോക്കോ.